കുറേ കാലമായി ഈ മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് ഇത് തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് 48 മണിക്കൂറാണ് അതിൻ്റെ അകത്ത് ശ്വാസം മുട്ടി കഴിഞ്ഞുകൂടിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ച ഒരു പുതിയ കെട്ടിടത്തിന് തീ പിടിച്ചു. വലിയ കൊട്ടിഘോഷ നടത്തിയ ഉദ്ഘാടനമാണ്. ഷോർട്ട് സർക്യൂട്ട് എന്നാ പറയും. 4 രോഗികൾ മരണപ്പെട്ടു. നമ്മുടെ ആരോഗ്യമന്ത്രി പറയുകയാണ്, തീ പൊള്ളിയിട്ടല്ല മരിച്ചത്, ഹൃദയം നിന്നുകൊണ്ടാണ് മരണപ്പെട്ടത്. നമുക്കറിയാം, തൂങ്ങിച്ചത്താലും ഹൃദയം നിൽക്കുമ്പോഴേ ചാവുള്ളൂ. കാരണം വെന്റിലേറ്ററിൽ കിടക്കുന്ന 4 രോഗികൾ പുറത്ത് തീ കത്തുന്ന കണ്ടപ്പോൾ അവരുടെ ഹൃദയം നിന്നുപോയി. യാഥാർത്ഥ്യമാണ്. പക്ഷെ തീ കണ്ടതുകൊണ്ടാണ് ഹൃദയം നിന്നുപോയത്. എന്തുകൊണ്ട് തീ പിടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് വരെ, സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 3 മാസം കഴിഞ്ഞു, ഇതുവരെ കാരണം കണ്ടെത്തിയിട്ടില്ല. അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പം മരുന്നിന് കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, കമ്പനികൾക്ക് കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ മരുന്ന് വിൽപ്പന നിർത്തിവെച്ചിരിക്കുക. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഇന്നൊരു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു തൊഴിലാളി കെട്ടിടം പണിയുമ്പോൾ കെട്ടിടത്തിന് വീണ് പരിക്കേറ്റ് അദ്ദേഹത്തിന് ഇതേ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് മഞ്ഞ കാർഡായതുകൊണ്ട് ചികിത്സ ഫ്രീ ആണ്. പക്ഷേ ചികിത്സ ഫ്രീ ആണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നപ്പോൾ സ്കാൻ ചെയ്യാൻ സ്കാനിങ് മെഷീനില്ല. അതിന് സ്കാൻ ചെയ്ത് വരാൻ ഉൾപ്പെടെ ആ രോഗി മരിക്കുമ്പോൾ, അത് മരണപ്പെട്ടു, ഒരു ദളിതനായ തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് 88,000 രൂപയാണ് കടം വാങ്ങിയാൽ ചെലവഴിച്ചു. എന്നിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ എന്നാണ് ആ തൊഴിലാളിയുടെ പേര്. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നടന്നു വരും. മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, എല്ലാ ഗവൺമെന്റ് ആശുപത്രിയിലെ അവസ്ഥ ഇതാണ്. മുഖ്യമന്ത്രി ഒരിക്കൽ പറയണ്ട, 2 കൊല്ലം മുമ്പ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസ് കാറുകൾ നിൽക്കുന്നു. കാരണം മുതലാളിമാരൊക്കെ ചികിത്സിക്കാൻ വരുന്നപ്പോൾ സർക്കാർ ആശുപത്രികളിലാണ്. അത്രയും ഗംഭീര സൗകര്യമാണെന്നാണ്. പക്ഷേ ആ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയത് അമേരിക്കയിലാണ്. അമേരിക്കൻ ബൂർഷാസി എന്ന് പറഞ്ഞ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കല്ല, അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള പെരിയാരം മെഡിക്കൽ കോളേജിലേക്കല്ല, അദ്ദേഹം നേരെ പോയത് അമേരിക്കയിലേക്കാണ്. ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണെങ്കിൽ, ഞാനൊരു വനിതയായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല, കാരണം ഒരു പുരുഷനായിട്ടുള്ള മന്ത്രിയാണെങ്കിൽ 10 പറയായിരുന്നു. ഇത് വനിതയായതുകൊണ്ട് പറയാൻ നിർവാഹമില്ല. ആ മന്ത്രി പറയുകയാണ്, ഇന്നലെ ആദ്യം ഡോക്ടർ ആരിസ് ഹസനെ സസ്പെൻഡ് ചെയ്യാൻ നോക്കി. എന്നാൽ ഡോക്ടർമാരും പൊതുജനവും ആ ഡോക്ടറോടൊപ്പം നിന്നപ്പോൾ മന്ത്രി പറയുകയാണ്, അദ്ദേഹം സത്യസന്ധനായ ഒരു ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കും, പക്ഷേ ഇത് ഞങ്ങളുടെ ആരെയും കുഴപ്പമല്ല, ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ആരാ സിസ്റ്റത്തിന്റെ കുഴപ്പത്തിന് ഉത്തരവാദിത്വം? ഒരു സിസ്റ്റം തകരാറാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണ്, ഗവൺമെന്റിനാണ്, മുഖ്യമന്ത്രിക്കാണ്. ഇവിടെ പല സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ, ഇപ്പൊ പേരുക്കാട് ആശുപത്രിയിലാണ് ഒരു രോഗി കുത്തിവെക്കാൻ പോയി, കുത്തിയവന് പോയതാണ്. നോക്കുമ്പോ അതിൻ്റെ അകത്ത് വെച്ച് പട്ടി കടിച്ചു. ഇപ്പൊ 2 വാക്സിനേഷൻ, വൈറൽ ഫീവറിന്റെ ഇഞ്ചക്ഷൻ, പേപ്പട്ടിയുടെ ഇഞ്ചക്ഷൻ. പക്ഷെ ഇപ്പോഴ് പേപ്പട്ടി കടിച്ച ആ രോഗികൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും മരണപ്പെടുന്നു. എത്ര കുട്ടികളാ പോയതറിയോ? മിനിഞ്ഞാന്നൊരു കുട്ടി മരിച്ചു. ഏതാണ്ട് 4-5 കുട്ടികളുടെ റിപ്പോർട്ടുകൾ
വിവിധ മാധ്യമങ്ങളിൽ വന്നു.